ഹായ് ഹലോ വെൽക്കം യു ആൾ ടു എക്കണോമെട്രിക്ക. അപ്പം നമ്മൾ PSC എക്സാം പാസ്സായി കഴിഞ്ഞതിന് ശേഷം പല എക്സാംസിനും ഇന്ന് ഇന്റർവ്യൂ ഉണ്ട് അല്ലെ. അപ്പൊ ആ ഇന്റർവ്യൂവിന്റെ സമയത്ത് ബയോഡാറ്റ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത്. അപ്പം ഇതാണ് നിങ്ങളുടെ ബയോഡാറ്റ ഫോം എന്ന് പറയുന്നത്. നിങ്ങളുടെ ബയോഡാറ്റ വരുന്നത് ആക്ച്വലി നിങ്ങൾക്ക് 28A ഉണ്ട്, അതേപോലെ നിങ്ങളുടെ പോസ്റ്റുമായി കറസ്പോണ്ടിങ് ആവുന്ന ബയോഡാറ്റ ഫോമുകൾ ഉണ്ട്. അത് നിങ്ങളുടെ ഇന്റർവ്യൂ മെമ്മോനോടൊപ്പം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായി സാധിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം എഴുതേണ്ടത് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് അതായിരിക്കണം നിങ്ങൾ ഇവിടെ ഫിൽ ചെയ്യേണ്ടത്. സീരിയൽ നമ്പർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്റർവ്യൂ മെമ്മോ കാർഡ് വരുന്ന സമയത്ത് അതിന്റെ ഡീറ്റെയിൽസ് അവിടെ പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നതാണ്. നെയിം ആൻഡ് അഡ്രസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. എങ്ങനെയാണോ നിങ്ങളുടെ ഓതന്റിക് ആയിട്ടുള്ള, അതായത് SSLC ബുക്കിൽ നിങ്ങളുടെ പേരുള്ളത്, ഇനി അങ്ങനെയല്ലെങ്കിൽ ചിലവര് ഗസറ്റ് കൊടുത്ത് നെയിം മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ ആ പുതിയ നെയിം എന്താണോ അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. നിങ്ങളുടെ ഹൗസ് അഡ്രസ്, എവിടെയാണ് നിങ്ങൾ ബേസിക്കലി ലൊക്കേറ്റ് ചെയ്യുന്നത് ആ ഡീറ്റെയിൽസും, അതായത് PSCയുടെ മെമ്മോ അല്ലെങ്കിൽ PSCയുടെ ഹോൾ ടിക്കറ്റ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു അഡ്രസ് ഉണ്ടാവുമല്ലോ, ആ അഡ്രസ് ആയിരിക്കണം നിങ്ങൾ എവിടെ ചെയ്യേണ്ടത്, ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ മേഖലയിലേക്ക് വരുമ്പോൾ പലപ്പോഴും പലവർക്കും ഉള്ളൊരു സംശയമാണ്, ഇത്രയും ഏരിയയിൽ ഞങ്ങൾക്കത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നില്ല എന്ന്. നിങ്ങൾക്ക് താഴത്തേക്ക് കോളംസ് വരച്ച് ചേർക്കാവുന്നതാണ്. ഇനി അങ്ങനെയല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ സഹായത്തോടു കൂടി കമ്പ്യൂട്ടർ കഫേയിലൊക്കെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ റോസ് ആഡ് ചെയ്യാനായി സാധിക്കുന്നതാണ്. സീരിയൽ നമ്പർ 1 എന്ന് എഴുതുക. ഇവിടെ നിങ്ങൾ SSLC, അത് കഴിഞ്ഞതിന് ശേഷം കേരള ബോർഡ് ഏത് വർഷമാണ്, അതേപോലെ ബോർഡ് എഴുതുക. നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരാണ്, സ്കൂളിന്റെ പേര്. നിങ്ങൾ ചിലവരെങ്കിലും ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ പഠിച്ചവരുണ്ടാവും, മാർക്കിംഗ് സിസ്റ്റത്തിൽ പഠിച്ചവരുണ്ട്. അപ്പൊ മാർക്കിന്റേതാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾ ഡിസ്റ്റിങ്ഷൻ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് എന്നുള്ളത് മാർക്ക് ചെയ്യുക. ഇനി അങ്ങനെയല്ല, നിങ്ങൾ പഠിച്ചത് ഗ്രേഡിലാണെങ്കിൽ ഇപ്പൊ A ഗ്രേഡ് 3 എണ്ണം, A+ 4 എണ്ണം, ഇങ്ങനെ നിങ്ങൾക്ക് പരാമർശിക്കാനായി സാധിക്കുന്നതാണ്. അടുത്തത് 2 +2, ഇങ്ങനെ താഴെ എഴുതുക. ഇനി എല്ലാവരുടെയും ഒരു സംശയമാണ്, അഡീഷണൽ ക്വാളിഫിക്കേഷൻ എഴുതുന്നത് കൊണ്ട് ഞങ്ങളോട് അഡീഷണൽ ആയിട്ട് ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ടോന്ന്. ഒരിക്കലും അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. അഡീഷണൽ ക്വാളിഫിക്കേഷൻ എഴുതുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പറ്റി ഒരു പൂർണ്ണ രൂപം ആ ഒരു ബോർഡിന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ പെർഫെക്റ്റ് ആയി എന്തെല്ലാം അഡീഷണൽ ആയിട്ടുള്ളതാണോ നിങ്ങൾക്കുള്ളത്, ക്വാളിഫിക്കേഷൻസ് ആണോ ഉള്ളത്, അതെല്ലാം വളരെ വ്യക്തമായി തന്നെ മാർക്ക് ചെയ്യുക. കേറ്ററ്റ്, സീറ്ററ്റ്, സെറ്റ്, നെറ്റ് മുതലായ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിന് ക്ലാസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ അവാർഡ് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ഡാഷ് ഇട്ട് വെച്ചാൽ മതി. ഇനി ആർ യു കറന്റ്ലി എംപ്ലോയ്ഡ്, ഇഫ് സോ ഗിവ് ഡീറ്റെയിൽസ്. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ യെസ് ഐ ആം എംപ്ലോയ്ഡ് എന്നൊന്നും എഴുതേണ്ട, സ്ഥാപനത്തിന്റെ പേര് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഏത് പൊസിഷൻ ആണെന്നും എഴുതേണ്ട, നിങ്ങൾ സ്ഥാപനത്തിന്റെ പേര് മാത്രം എഴുതുക. എന്ന് മുതൽ എന്ന് വരെ എന്നുള്ളതും കൂടി. സേ ഫോർ എക്സാമ്പിൾ 2024 ജനുവരി 1 മുതൽ ടിൽ പ്രസന്റ് എന്നുള്ള രീതിയിൽ എഴുതുക. അടുത്തത് പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് ഇഫ് എനി. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രീവിയസ് ആയിട്ടുള്ള ജോബ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോളത്തിൽ എഴുതാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് എഴുതാം. ടൈം പീരീഡും കൂടി ബ്രാക്കറ്റിൽ സ്പെസിഫൈ ചെയ്യുക. പലപ്പോഴും പല കാൻഡിഡേറ്റ്സിനും ഉള്ളൊരു സംശയമാണ്, ഇന്ന ജോബുമായി റിലേറ്റ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ ടീച്ചർ ജോബിനാണ് നിങ്ങൾ അപേക്ഷിച്ചിരിക്കുന്നത്, എക്സാം എഴുതിയത്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി പോകുന്നത്. അപ്പോ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തത് വേറൊരു ജോലിയാണെങ്കിൽ അതിവിടെ രേഖപ്പെടുത്താനായി സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രേഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം
പീരിയോഡിക് ഓർഡറിൽ തന്നെ നിങ്ങൾ അത് സ്പെസിഫൈ ചെയ്യുക. റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവരാണെങ്കിൽ 1, 2, 3 റാങ്ക് ലിസ്റ്റിന്റെ നമ്പർ എഴുതുക, റാങ്ക് ലിസ്റ്റിന്റെ ടൈറ്റിൽ എഴുതുക, റാങ്ക് എഴുതുക. ഇതാണ് ഓർഡർ. റാങ്ക് ലിസ്റ്റിന്റെ നമ്പർ, റാങ്ക് ലിസ്റ്റിന്റെ ടൈറ്റിൽ ആൻഡ് നിങ്ങളുടെ റാങ്ക്. ഒക്യുപ്പേഷനിലേക്ക് കടന്നാൽ അമ്മ വീട്ടിലാണ്, അതായത് ജോലിയൊന്നും ഇല്ല എന്നാണെങ്കിൽ ഹോം മേക്കർ എന്ന് വേണം എഴുതാൻ. ഹൗസ് വൈഫ് എന്ന് എഴുതരുത്, ഹോം മേക്കർ എന്ന് വേണം എഴുതാനായിട്ട്. ഫാദർ ജോലി സ്പെസിഫൈ ചെയ്യുക. വിവാഹം കഴിച്ചവരല്ലെങ്കിൽ നോട്ട് മാരീഡ് എന്ന് പറഞ്ഞ് എഴുതണം. നോട്ട് മാരീഡ്. സിസ്റ്റർ സഹോദരി ഉണ്ടെങ്കിൽ സഹോദരി, പഠിക്കുകയാണെങ്കിൽ സ്റ്റഡിയിങ് എഴുതുക, ജോലി ചെയ്യുകയാണെങ്കിൽ ജോലിയുടെ ടൈറ്റിൽ എഴുതുക. ഇനി സഹോദരൻ ഇല്ല, സഹോദരി ഇല്ല എന്നാണെങ്കിൽ നോ സിസ്റ്റർ നോ ബ്രദർ എന്ന് തന്നെ സ്പെസിഫൈഡ് ആയി എഴുതുക. കാരണം നിങ്ങളുടെ ബയോഡാറ്റ വായിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഇന്റർവ്യൂ ബോർഡിന് ഒരു ഐഡിയ കിട്ടണം. നമ്മളിവിടെ ഡാഷ് ഇട്ട് വെച്ചാൽ സഹോദരി ഉണ്ട് പക്ഷെ ജോലിയില്ല എന്നൊരു കണ്ടീഷനിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. ആർ യു കൺവിക്റ്റഡ് ബൈ എ കോർട്ട് ഓഫ് ലോ? ഗിവ് ഡീറ്റെയിൽസ്. എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ കോർട്ട് ഓഫ് ലോ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു സ്പെസിഫൈ ദാറ്റ്. ഇഫ് നോട്ട് സോ യു ഹാവ് ടു റൈറ്റ് നോട്ട് സോ. നോട്ട് സോ. ഹോബീസ് എഴുതുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയി തന്നെ ഹോബീസ് മാർക്ക് ചെയ്യുക. കാരണം നിങ്ങളോട് ഹോബി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്പോർട്സിന്റെ മേഖലയിലേക്കാണെങ്കിൽ നമുക്ക് അവിടെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും പോസ്റ്റുലേറ്റ് ചെയ്യുകയോ സർട്ടിഫിക്കറ്റ്സ് ഒന്നും തന്നെ പ്രസന്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. അവിടെ ബേസിക് ആയി വരുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ, യു ആർ ആൻ ഓൾറൗണ്ടർ. സോ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ ബ്ലെൻഡ് ചെയ്യുന്നത്. കുഞ്ഞു ക്ലാസ്സിലെങ്കിലും ഓടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലെ? അപ്പൊ ഓട്ടം എഴുതാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കഴിവുള്ളത് അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതിന്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ലെവലിലോ സ്റ്റേറ്റ് ലെവലിലോ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പോസ്റ്റുലേറ്റ് ചെയ്യാവൂ എന്നൊരു കണ്ടീഷനും അവിടെ വരുന്നില്ല. ഒരു കോളവും ബ്ലാങ്ക് ആക്കി വിടരുത്. കൾച്ചറൽ ആക്ടിവിറ്റിക്കും ഇതേ നിബന്ധന തന്നെയാണുള്ളത്. പല കുട്ടികൾക്കും പല കഴിവുകളുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടാകും, പക്ഷെ അവർക്കൊന്നും തന്നെ ഇത് എഴുതാനുള്ള ധൈര്യമില്ല. കാരണം മറ്റൊന്നുമല്ല, ചോദ്യങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അറിയാവുന്ന ഒരു കാര്യം, നമുക്ക് ഉള്ള കഴിവ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അതിനെ ബേസ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ ഒന്നും തന്നെ വരാനായി സാധ്യതയില്ല. സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് എഴുതാനായി സാധിക്കുന്നത് കുടുംബശ്രീ എഴുതാം, അയൽക്കൂട്ടവും എഴുതാം. ഇനി അതിലൊന്നും ഇല്ലെങ്കിലും യു ക്യാൻ മാർക്ക് എനിത്തിങ് എൽസ്. വേറെ എന്ത് സോഷ്യൽ ആക്ടിവിറ്റി ഗ്രൂപ്പിലാണോ നിങ്ങളുള്ളത് അതെല്ലാം നിങ്ങൾക്ക്, ചിലപ്പോൾ നിങ്ങൾ ചാരിറ്റി ഓർഗനൈസേഷനിലെ അംഗമായേക്കാം, ആ കാര്യങ്ങളെല്ലാം സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് പ്ലഗ് ഇൻ ചെയ്യാം. വോളണ്ടിയറിംഗിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പൊതിച്ചോറ് വിതരണം, അതേപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ, ഇതിലൊക്കെ നിങ്ങൾ ഭാഗമായിട്ടുണ്ടാകാം. അത് നിങ്ങൾക്ക് വോളണ്ടിയറിംഗിൽ എഴുതാം. സയൻസ് ബാർ ടെക്നോളജി, സാങ്കേതിക വിദ്യ, അതായത് നിങ്ങൾ ഇപ്പം സയൻസ് എക്സിബിഷനില് ശാസ്ത്രമേളയിലൊക്കെ പങ്കെടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ എഴുതാം. നമ്മളെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ മോഡൽ മേക്കിംഗ് നമ്മൾ പങ്കെടുത്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഒരു പക്ഷേ ഈ ബീഡ്സ് നമ്മൾ മാല കോർക്കുന്നത് അത് പങ്കെടുത്തിട്ടുണ്ടാകാം. ഇതെല്ലാം എല്ലാവരും ചിലപ്പത്തിൽ ചെയ്തിട്ടുള്ളതാ. എന്നാൽ ഇതിനൊരു സ്റ്റേറ്റ് ലെവൽ അംഗീകാരം അല്ലെ സ്റ്റേറ്റ് ലെവൽ ആയിട്ടുള്ള കൺസിഡറേഷൻ വേണം, അല്ലെ സ്റ്റേറ്റ് ലെവൽ ആയിട്ടുള്ള അപ്പിയറൻസ് വേണം എന്നൊരു നിബന്ധനയൊന്നും എവിടെയും പോസ്റ്റുലേറ്റ് ചെയ്യുന്നില്ല. DCA പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പ്രസന്റ് ചെയ്യാം. NCC ബാർ സ്കൗട്ട് ബാർ ഗൈഡിൽ ഇല്ല എന്നാണെങ്കിൽ you should write not participated. Please mention briefly about the motivating factor for your aspiration to become a civil servant. ഇവിടെ നമ്മൾ കാണുന്ന പ്രവണത പല കാൻഡിഡേറ്റ്സും എഴുതുന്നത് ഗവൺമെന്റ് സർവീസിൽ കയറി എനിക്ക് സൊസൈറ്റിയെ സേവിക്കണം. അപ്പം സ്വാഭാവികമായിട്ടും ചോദ്യം വരുന്നത് ഗവൺമെന്റ് സർവീസിൽ കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് സൊസൈറ്റിയെ സേവിക്കാനായി സാധിക്കുകയുള്ളൂ എന്നൊരു ചോദ്യം വരും. അതുകൊണ്ട് അങ്ങനത്തെ ചോദ്യമില്ലാതെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ജനറേറ്റ് ചെയ്യാതെ ഉള്ളിൽ നിന്നും എന്താണ് നിങ്ങൾക്ക്, എന്തുകൊണ്ടാണ് നിങ്ങൾ സിവിൽ സർവന്റ് ആവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സത്യസന്ധമായി തന്നെ രേഖപ്പെടുത്തുക. അടുത്തത് മെൻഷൻ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. സ്ട്രെങ്ത് എഴുതുമ്പോൾ കാൻഡിഡേറ്റ്സിന് മിസ്റ്റേക്സ് വരാറില്ല. വീക്ക്നെസ് എഴുതുന്ന സമയത്ത് കൂടുതലും ആൻസൈറ്റി, അതുപോലെ തന്നെ ക്രോണിക് ഡിസോർഡേഴ്സ്,
ഇതൊക്കെ കാര്യങ്ങൾ എഴുതാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് സ്ലോ ഈറ്റർ എഴുതാം. അതേപോലെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ് എങ്കിൽ ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് ഭയം ഉണ്ടെങ്കിൽ ഭയമുണ്ട് എന്ന് എഴുതാം. എന്തെങ്കിലും ഫോബിയാസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഫോബിയാസ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പാട്ടുപാടാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും, പക്ഷെ പാട്ടുപാടാൻ സാധിക്കാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് പ്ലഗ് ഇൻ ചെയ്യാം. ഇനി നിങ്ങളുടെ അംബീഷൻ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അംബീഷൻ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതുമായി ബ്ലെൻഡ് ചെയ്ത് എഴുതുക. അന്ന് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തുള്ള ഡേറ്റ് എഴുതുക. അവിടെ വെച്ച് തന്നെ കാൻഡിഡേറ്റ് സൈനും ചെയ്യുക. സോ ബയോഡാറ്റ ശരിയല്ലേ? ഫിൽ ചെയ്തല്ലോ? ഇനി ആർക്കും സംശയമില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സോ all the best for your interview. Thank you all.